സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് സർക്കാർ സമീപിച്ചാൽ നടപടികളുമായി നിയമസഭ മുന്നോട്ട് പോകുമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ടാകുമെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ അഭിപ്രായത്തിന് മറുപടിയായി സ്പീക്കർ പറഞ്ഞു. ഗവൺമെന്റ് തന്നെ പറഞ്ഞല്ലോ, പരാതികൾ വന്നാൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഏതെങ്കിലും ആളുകൾ സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ കണ്ണും കാതും തുറന്നു വെക്കുന്ന മാധ്യമങ്ങളുള്ള കേരളത്തിൽ വളരെ കൃത്യമായി നിലപാടൊരു സർക്കാരാണ്. വിക്ടിംസിൻ്റെ കൂടെയാണ് എല്ലാ കാലത്തും ഗവൺമെൻറ് നിൽക്കുക, ജനങ്ങൾ നിൽക്കുക കേരളത്തിൽ. അതിൻ്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ വിക്ടിംസിൻ്റെ കൂടെയാണ്, ഇരകളുടെ കൂടെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ചിലരിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിയമപരമായ കാര്യങ്ങൾ ആലോചിച്ച് ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുമായിരിക്കും. അല്ലെങ്കിൽ സോ മോട്ടോ കേസെടുക്കാൻ പറ്റുമെന്നുള്ളത് അത് ലീഗൽ എക്സ്പേർട്സുമായി സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ അഭിപ്രായം പറയുന്നത് ലീഗൽ എക്സ്പേർട്സാണ്. ചില പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് കൂടിയും അതിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം ഇങ്ങനെയാണ്: 100 കണക്കിന് കുട്ടികളെ കാണാതാകുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഈ ഒരു കുട്ടിയുടെ പുറകെ 24 മണിക്കൂർ നടന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം. നമ്മൾ ആ പ്രതികരണം അത് കാണാതാകുന്ന ആരുടെ കുട്ടികളാണ്, അവർക്കാണ് അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നത്. ഒരു മാധ്യമം എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്തതും അത് മാത്രമാണ്. നേരത്തെ സ്പീക്കർ പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട കോടതി പരാമർശത്തെ തുടർന്ന് പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും പുതുതായി ഈ സ്പീക്കർ എൻ ഷംസീറാണ് ഇപ്പോൾ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. അതായത് സർക്കാരിൻ്റെ നിലപാടിനൊപ്പം തന്നെയാണ് ഈ സ്പീക്കറും നിൽക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് സ്പീക്കറുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം അത് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നതാണ്. അതിൽ യാതൊരു തടസ്സവുമില്ല. അങ്ങനെ അതിൽ സർക്കാർ സമീപിച്ചു കഴിഞ്ഞാൽ അതുമായി നിയമസഭയ്ക്ക് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് തന്നെ പറയുന്നു. അതുമാത്രമല്ല, ഈ മന്ത്രിയുടെ ഈ ഭിന്ന നിലപാട്, ഈ മന്ത്രിസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭിന്ന നിലപാടുണ്ട്. അതിൽ കെ.എൻ. ബാലഗോപാലിൻ്റെ അഭിപ്രായം എന്ന് നമ്മൾ കേട്ടതാണ്. ആ അഭിപ്രായമൊക്കെ സ്വന്തം അഭിപ്രായമാണ് എന്ന തരത്തിൽ പറഞ്ഞ് കൈയൊഴുകുകയാണ് സ്പീക്കർ ചെയ്തത്. ഏതായാലും സർക്കാരിൻ്റെ നിലപാടിനൊപ്പമാണ് സ്പീക്കർ എൻ ഷംസീറും ഇക്കാര്യത്തിൽ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.